സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ പരിസര പഠനം അഥവാ EVSലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജന്തുലോകത്തേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. റെഡിയാണോ? അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്ത്, മലയാളം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. പുതിയ സിലബസ് ആണ്, നന്നായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ യൂണിറ്റ് 2 ജന്തുലോകത്തേക്ക്. ജന്തു എന്ന് പറഞ്ഞാൽ ജീവികൾ അല്ലേ? ജീവികളുടെ ലോകത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഇഷ്ടമാണോ ജീവികളെ? ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ജീവികളെയും ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടുപരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? ഏതൊക്കെ ജീവികളാണ് കൂട്ടുകാരെ ഇവിടെ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ആരൊക്കെയുണ്ട്? കോഴിയുണ്ട് അല്ലേ? പിന്നെ നായയുണ്ട്, പക്ഷികളുണ്ട്, പൂമ്പാറ്റയുണ്ട്, കോഴിക്കുട്ടികളുണ്ട്, കാക്കയുണ്ട്, അണ്ണാനുണ്ട്, തത്തയുണ്ട്, മരംകൊത്തിയുണ്ട്, പ്രാവുണ്ട്. അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. പൂച്ചയുമുണ്ട്. നമ്മുടെ മിത്രയുടെ കയ്യിൽ പൂച്ചയുമുണ്ട് അല്ലേ? അപ്പം അതൊക്കെ നിങ്ങൾ ഇവിടെ എഴുതുക. ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവുമെന്ന് നോക്കുക. ഇതിൽ ഏതൊക്കെ മിത്ര വളർത്തുന്നുണ്ടാവുക? കോഴി, പൂച്ച, നായ, ആട്, അതുപോലെ തന്നെ അതൊക്കെ മിത്ര വളർത്തുന്നതാണ്. ബാക്കിയെല്ലാം ആ ഒരു പ്രദേശത്ത് വളരുന്ന ജീവികളാണ് അല്ലേ? ഇനി ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഈ പറയുന്ന ജീവികളെയൊക്കെ ആട്, കോഴി, പശു, പോത്ത്, അതുപോലെ തന്നെ പൂച്ച, നായ, ഇതിനെയൊക്കെ മനുഷ്യന് വളർത്താറുണ്ട് അല്ലേ? ഇണക്കി വളർത്താറുണ്ട്. ഇനി ഇവിടെ ഒരു ചോദ്യം നോക്കൂ. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, പിന്നെ എന്തിനൊക്കെയാണ്? കാർഷിക ആവശ്യങ്ങൾക്ക്, യാത്രാ ആവശ്യത്തിന്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് കാർഷിക ആവശ്യങ്ങൾക്ക്, യാത്രാ ആവശ്യത്തിന്. ഇതിനൊക്കെ നമ്മൾ ജീവികളെ വളർത്താറുണ്ട്. ഇനി നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ആട്, കോഴി. ആടിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പാല് തരുന്നു, മാംസം തരുന്നു, കൃഷി ആവശ്യത്തിന്. ഇതിനൊക്കെയാണ് നമ്മൾ ആടിനെ പ്രധാനമായിട്ടും വളർത്താറ്. കോഴിയാണെങ്കിലോ, കോഴി നമുക്ക് മുട്ട തരുന്നു, മാംസം തരുന്നു. ഇനി പശു ആണെങ്കിൽ പാല് തരുന്നു, മാംസം തരുന്നു, കൃഷി ആവശ്യത്തിന്. പോത്ത് ഇതേ സെയിം തന്നെയാണ്, മാംസം തരുന്നു, പിന്നെ കൃഷി ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ കൃഷി ആവശ്യത്തിന്? നമ്മൾ പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ ചാണകം ഉപയോഗിക്കാറുണ്ട് അല്ലേ? ജൈവവളമായിട്ട്. അതുപോലെ കുതിര യാത്രാ ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കാറ്. മീനാണെങ്കിൽ അലങ്കാരത്തിനും ഇറച്ചി തരുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഈ ഒരു കോളം നിങ്ങൾ പട്ടിക പൂർത്തിയാക്കേണ്ടത്. ഇനി വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാല്, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട്. ശരിയാണല്ലേ? ചില ജീവികളെ ഇപ്പോൾ പാല് തരുന്ന ജീവിയാണെങ്കിൽ ആടും പശുവൊക്കെ നമുക്ക് പാല് തരുന്നുണ്ട്. ഇനി മുട്ട തരുന്നതാണെങ്കിലോ കോഴി നമുക്ക് മുട്ട തരുന്നു. മാംസമാണെങ്കിലോ കോഴിയുടെ മാംസം നമ്മൾ കഴിക്കാറുണ്ട്, പോത്തിൻ്റെ മാംസം കഴിക്കാറുണ്ട്, മീനിൻ്റെ ഇറച്ചി കഴിക്കാറുണ്ട് അല്ലേ? കൗതുകത്തിന് വേണ്ടി വളർത്തുന്നത് ആരെയാണ്? നമ്മുടെ മീനിനെയൊക്കെ നമ്മൾ കൗതുകത്തിന് വേണ്ടി വളർത്തുന്നതാണ്. ഇനി എത്ര ജീവികൾ? ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലൂടെ ഒരുപാട് ജീവികളെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ജീവികളുടെ എല്ലാം പേരുകളൊന്ന് കൂട്ടുകാർ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഫസ്റ്റത്തെ പല്ലിയാണ് നമുക്കറിയാം. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ഒച്ചാണ്. പിന്നെ ഉള്ളത് ഉറുമ്പ്. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? പിന്നെ തന്നിട്ടുള്ളത് ചെമ്പോത്താണ്. അപ്പോൾ താഴെയുള്ളത് കൂട്ടുകാരൻ ഒറ്റയ്ക്ക് എഴുതി നോക്കൂ കേട്ടോ. മേലെയുള്ളത് പറഞ്ഞു തന്നു ടീച്ചർ. ഒച്ച്, ഉറുമ്പ്, ചെമ്പോത്ത്. താഴെയുള്ള ജീവികളുടെ പേര് നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടെ ഒന്ന് എഴുതി നോക്കണേ. ഇനി താഴെ കൊടുത്തിട്ടുണ്ട്, ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തു ജീവികളുണ്ടോ? അതിൽ ഇല്ല, നമ്മൾ അതിനെ ഒന്നും വളർത്താറില്ല. അപ്പോൾ ഇല്ല എന്ന് കൊടുക്കുക. വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നമുക്ക് ചുറ്റും ഒരുപാട് ജീവികളുണ്ട്, അവയുടെ പേരൊക്കെ എഴുതാം.
എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? ഒരുപാട് ജീവികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? നിങ്ങളുടെ കൂട്ടുകാർക്കോ, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എഴുതിയതൊന്ന് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണല്ലേ. ഇനി ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടുകാരും ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. അപ്പോൾ നിങ്ങളും കൂട്ടുകാരും കൂടെ ഇതുപോലൊരു മത്സരം വെക്കുക. എന്നിട്ട് ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് എന്ന് നോക്കുക. പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു, ഒരുപാട് ജീവികൾ. പറഞ്ഞ ജീവികളുടെ ചിത്രം വരക്കാനും അവർ മറന്നില്ല. അപ്പോൾ അവർ ഓരോന്നിനെ പറയുമ്പോഴും അതിൻ്റെ ചിത്രം കൂടെ വരക്കുന്നുണ്ട്. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ, നമുക്കും ഇതുപോലെ കളിച്ചാലോ? അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് കളിക്കാം. പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. അതും നല്ല അടിപൊളി കളിയാണ് അല്ലേ. നമ്മൾ ജീവികളുടെ പേരൊന്നും പറയണ്ട, പക്ഷെ അവരുടെ ശബ്ദം നമ്മൾ അനുകരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചലനോ എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ കൂട്ടുകാർ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറം നൽകാനും പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏത്? അപ്പോൾ നിങ്ങൾ എഴുതിയ പട്ടിക നോക്കുക, അതിലെ ഏറ്റവും ചെറുത് ആരാണെന്ന് കണ്ടുപിടിക്കുക. ഏറ്റവും വലുതാണോ? ഏറ്റവും വലുത് ചിലപ്പോൾ ആന, തിമിംഗലം ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതും കൂട്ടുകാർ നോക്കണേ. ഇനി പട്ടികയിലെ ജീവികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതുക. ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുജീവികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പൂന്തോട്ടത്തിലും നമ്മുടെ മുറ്റത്തൊക്കെ മണ്ണിരയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെറിയ ജീവികളാണ്. അല്ലെങ്കിൽ ഉറുമ്പിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയ പരിസരത്തും ഉണ്ടാവില്ലേ അനേകം ജീവികൾ. ഇവ ഏതെല്ലാം? ഇവയ്ക്കെല്ലാം ഒരേ വലിപ്പമാണോ? നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ? അപ്പോൾ നിങ്ങൾ സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും കൂടെ ചെയ്യേണ്ട പ്രവർത്തനമാണ്. നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ. എവിടെയെല്ലാം നിരീക്ഷിക്കാം? നമുക്ക് എവിടെയൊക്കെ ജീവികളെ നിരീക്ഷിക്കാം? മണ്ണിൽ, ചെടികളിൽ, പിന്നെ പൂന്തോട്ടത്തിൽ, മരങ്ങളിൽ, പാടത്ത്, ഇവിടെയെല്ലാം നമുക്ക് നിരീക്ഷിക്കാം. പൂന്തോട്ടത്തിൽ, മരങ്ങളിൽ, പാടത്ത്. ഓക്കെ. അടുത്തത്, കണ്ടെത്തിയ ചെറുജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ കണ്ടെത്തിയിട്ടുള്ളത് അവയുടെ പേരുകളൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ടീച്ചറുടെ സഹായത്തോടുകൂടെ വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലേ. നമ്മുടെ തമ്പ് വെച്ചിട്ട്, നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ആരെയാണ്? ആദ്യത്തേത് നമ്മുടെ ആനയുടേതാണ് അല്ലേ. ആനയുടേതാണ്. പിന്നെയുള്ളത് പീലിയാണ്. ആ പീലി ആരുടേതാണ്? ആ പീലി മയിലിൻ്റെ പീലിയാണ്. പിന്നെയുള്ള ശരീരം സീബ്രയുടേതാണ്. സീബ്ര അല്ലെങ്കിൽ വരയൻ കുതിര എന്ന് എഴുതാം. പിന്നെയുള്ളത് കോഴിയുടെ കാലാണ്. അപ്പോൾ ഒന്നാമത്തേത് ആന, 2 മയിൽ, 3 സീബ്ര, 4 കോഴി. ഇനി ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ഒന്നിലെ നിറത്തിൽ വ്യത്യാസമുണ്ട്, പുള്ളികളിൽ വ്യത്യാസമുണ്ട്, വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഇനി നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു കറുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതുപോലെ ചില നിറങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവികളെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ? പുള്ളികൾ കണ്ടാലോ? കൊമ്പ് കണ്ടാൽ നമുക്ക് ആനയെ തിരിച്ചറിയാം, മാനിനെ തിരിച്ചറിയാം അല്ലേ. അതുപോലെ പുള്ളികൾ കണ്ടാലോ? പുള്ളിയെ കണ്ടാലും മാനിനെ തിരിച്ചറിയാം, വരയൻ കുതിരയെ, സീബ്രയെ തിരിച്ചറിയാം, അതുപോലെ മയിലിനെ തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അല്ലേ. ഓരോ ജീവിക്കും അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഒന്നും മറ്റൊന്നിൻ്റെ പോലെ ഒരേപോലെ ആയിരിക്കാൻ സാധ്യതയില്ല. ഇനി അടുത്തത് കടലിലെ ജീവികൾ എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠഭാഗം കൂടെയാണ് അല്ലേ ജീവികളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രയും വേഗം അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.